അപ്പോൾ എന്നും കോളേജിലത്തെ കാര്യങ്ങളല്ലേ കാണിക്കാറ്. അപ്പോൾ ഇന്ന് വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിക്കുക. അങ്ങനെ എന്നാണെങ്കിൽ കോളേജിൽ നിന്ന് കുറേ അസൈൻമെൻറ്റ് സെമിനാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്ന്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചിക്ക് മിഠായി കൊടുന്നവരുണ്ട്. അത് കണ്ടിട്ട് കാർത്തൂന് വേണം. അപ്പോൾ ആ മിഠായി കാർത്തൂന് അങ്ങനെ മിഠായി ഒന്നും കൊടുക്കാറില്ല, പക്ഷെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വാശി പിടിക്കും വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ കഷ്ണം പൊട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മളെ അമ്മമാർക്ക് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ ഒരു മനസ്സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എൻ്റെ അമ്മ ഞാൻ വെറുതെ ഇരിക്കാനായിട്ട് തോന്നുന്നു എന്നോട് പറഞ്ഞത് പാത്രം കഴുകി വന്നിട്ട് എന്ന്. അങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ കഴുകുകയാണ്. എനിക്കാണെങ്കിൽ പാത്രം കഴുകണമെന്ന് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ്. പാത്രം കഴുകി കഴിഞ്ഞപ്പോൾ ആ മേല് മൊത്തം വെള്ളമായി. അപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ വേഗം കുളിക്കാൻ വിചാരിച്ച് അങ്ങനെ വേഗം പോയി കുളിച്ച്. പിന്നെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഞാൻ തന്നെയാണ് കാർത്തൂന് ഫുഡൊക്കെ കൊടുക്കാറ്. ഓരോന്ന് പറയണം അത് കഴിക്കുകയാണെങ്കിൽ. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് വീണ്ടും. പിന്നെ ഞങ്ങളൊക്കെ കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചെല്ലാവരും പാടെ. പിന്നെ ഞാനും കാർത്തൂനും കൂടെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി. എന്നിട്ട് വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ്. കാർത്തൂനാണെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ എടുത്തിട്ട് ചായ ഒക്കെ കൊടുത്തോൾക്ക്. ചായ എന്തോ കടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടാളും പാടെ. പിന്നെ എന്നത്തെയും പോലെ ഇന്നും ട്യൂഷൻ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ മാങ്ങ കഴിച്ച്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ ബൈ.